ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ എൻ്റെ വ്യൂ മൊത്തത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% തെറ്റിയൊരു ദിവസമായിരുന്നു. മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആയിരിക്കുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പുതിയൊരു ഹയർ ലോയിലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഏകദേശം 400 പോയിന്റ് അടുപ്പിച്ച് മാർക്കറ്റ് താഴോട്ട് വീണു എന്ന് തന്നെ പറയാം. എന്നാലും ഞാൻ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെവൽസ് CPRന് മുകളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് CPRന് താഴെയാണ്. CPRന് താഴെ ഞാൻ ലെവൽ വരച്ചിട്ടേ ഇല്ലായിരുന്നു. ലൈവ് മാർക്കറ്റിൽ 2 ലൈവ് ലെവൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് ഇന്നലെ ഒരു സപ്പോർട്ടും റെസ്പെക്ട് ചെയ്തിട്ടായിരുന്നു. ആദ്യത്തെ സെഷൻ വന്നിട്ട് മാർക്കറ്റ് ഒരു സൈഡ് വൈസ് പതുക്കെ താഴോട്ട് പോയെങ്കിലും അവസാനം കുത്തനങ്ങ് താഴെ വീണു. ഒരു പ്രഡിക്ഷനും ഇല്ലായിരുന്നു മാർക്കറ്റ് അത്രയും താഴെ വീഴാൻ സാധ്യത. ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഒരു സൂചന രാവിലെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും 23 രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴേ ഹ്യൂജ് ഒരു പുട്ട് റൈറ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് 23 അൺവൈൻഡിങ് ഉണ്ടായിരുന്നുവെങ്കിലും താഴോട്ട് ട്രേഡ് എടുക്കുവാനുള്ള ഒരു എത്രയും വീഴുമെന്ന് പ്രതീക്ഷിച്ചില്ല. എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിക്കവർ ചെയ്യുമെന്ന് കരുതിയാണ്. പക്ഷേ എവിടെയും ഒരു റിക്കവറിക്കുള്ള ഒരു സാധ്യത പോലും ഇന്നലെ മാർക്കറ്റിൽ കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. കാരണം പുട്ട് ഓപ്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഒരു താഴോട്ടുള്ള ഒരു സൈഡ് നോക്കാൻ വേണ്ടിയിട്ട്, കാരണം എപ്പോൾ വേണമെങ്കിലും റിക്കവർ ആകാനുള്ള ഒരു സാധ്യത കണ്ടു. എൻ്റെ മനസ്സ് മൊത്തം ഒരു പോസിറ്റീവ് സൈഡ് ആയിരുന്നോണ്ട്, പ്രീ മാർക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പോസിറ്റീവ് സൈഡ് ആയിരുന്നുകൊണ്ട് തന്നെ പുട്ടെടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല. പക്ഷെ കോൾ സൈഡിലോട്ട് എടുക്കാൻ കൃത്യമായിട്ടുള്ള സപ്പോർട്ടുകളും കിട്ടിയിട്ടില്ല. ഒരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ട്രേഡ് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റിലോട്ട് പോവാം. ഡൗ ജോൺസ് ഏകദേശം 146 പോയിന്റ് അപ്സൈഡിലാണ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നത്. S&P ഫ്ലാറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നു. നസ്ഡാക്ക് ചെറിയൊരു നെഗറ്റീവാണ്, 43 പോയിന്റ് ചെറിയൊരു നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി 54 പോയിന്റ് പോസിറ്റീവ് ആണ്. യൂറോപ്യൻ മാർക്കറ്റും ഒരു ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെയും നല്ലൊരു പോസിറ്റീവ് ആയിരുന്നു. US മാർക്കറ്റും ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ ഒരു പോസിറ്റീവ് ആയിരുന്നു. എന്നാലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇന്നലെയും നിഫ്റ്റിക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് 2 പോയിന്റ് എങ്ങാണ്ട് ഒരു പോസിറ്റീവായിട്ട് ഫ്ലാറ്റ് ഒരു ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ നല്ലൊരു പോസിറ്റീവ് ഉണ്ടായിരുന്നിട്ടും മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഫ്ലാറ്റ് ആയിട്ടാണ്. ഇന്ന് മിക്കവാറും ഒരു ഫ്ലാറ്റ്, കാരണം നസ്ഡാക്ക് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഇനിയിപ്പം അറിയില്ല രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു വാല്യൂ വെച്ചിട്ട് ഒരു എബോവ് 30 പോയിന്റ് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് കിട്ടണം. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ആദ്യം ഡേറ്റയിൽ ക്യാഷ് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS സ്റ്റോക്ക് ഏകദേശം 4486 കോടിക്ക് സെല്ലിംഗ് തന്നെയാണ്. FIS കണ്ടിന്യൂസ് സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4000 കോടിക്ക് സ്റ്റോക്ക് ബൈയിങ് നടന്നിട്ടുണ്ട്. DIs ഏകദേശം 484 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിലുള്ളത്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് FIS നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ 2.13 ലാക്ക് ക്വാണ്ടിറ്റി ബൈയിങ് ആണ്. പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 51,222 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും ബൈയിങ് ആണ്. ഓക്കെ. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.22 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ്, കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. 48,000 കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ് പ്രോയും. ക്ലൈന്റ് പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. 3.49 ലാക്ക് ക്വാണ്ടിറ്റി. കോൾ ഓപ്ഷൻ ഫ്ലാറ്റ് ആണ് 3 പോയിന്റ്. ഓക്കെ. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെവൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു ലെവല് ഏകദേശം 23,184 താഴെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം ഒരു ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു ലോവർ ലോ ആണ് വരുന്നത്. ഇതിന് താഴെ ഒരു ലോവർ ലോ വന്നു. ഇതൊരു ഷോർട്ട് ടൈം പീരീഡിലോട്ടുള്ള ഒരു ലോവർ ലോ ആണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇനി എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അടുത്ത 2 ദിവസം മാർക്കറ്റ് ഒന്ന് സസ്റ്റെയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ ഇന്നലെ മാർക്കറ്റ് വലിയൊരു ഫോളോ വന്നു.
എന്നാലും 0.786 ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് അവസാനം 23,000 വരുന്ന ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്താണ് നിൽക്കുന്നത്. മാർക്കറ്റിന് ഇവിടെ ഒരു പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യണം. പ്രീവിയസ് ലോയിൽ നിന്ന് നമുക്കിനി ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോകാൻ സാധ്യതയുള്ളൂ. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറാം. 23,009 താഴെ, 23,000 താഴെ ഒരു ക്ലോസിംഗ് വരുന്നത് നിഫ്റ്റിക്ക് അത്ര സുഖമുള്ള കാര്യമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ലോവർ ലോയിലോട്ട് പോകേണ്ടി വരും. പ്രീവിയസ് നമുക്ക് 27-ാം തീയതിയുള്ള പ്രീവിയസ് ലോ ആയിട്ടുള്ള 22,800 ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വലിയൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും അത്തരത്തിലൊന്ന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ഒന്ന് മാറ്റുകയാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ ഞാൻ മാറ്റിയിട്ട് മുകളിലുള്ള ഇതുവരെയുള്ള 3 ഹൈയും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. ഓക്കെ, ആ ഒരു ചേഞ്ചസ് ഞാൻ ഇതിൽ വരുത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇപ്പം നിൽക്കുന്ന നല്ലൊരു സപ്പോർട്ട് ഏരിയ എന്ന് തന്നെ പറയാം. 23,000 ഇന്നലെ 23,000 നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറിയ ഒരു ക്ലോസിംഗ് വന്നത് നിഫ്റ്റിക്ക് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ടാണ്. ഇത് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 23 ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലെവല് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള 22,431, 22,697 അതൊരു ഫിബ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനും ഉണ്ട്, ശ്രദ്ധിക്കുക. മാർക്കറ്റ് ചിലപ്പം ഒരു ബെയറിഷ് മോഡിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ താഴോട്ട് 23,000 താഴെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് മോഡിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മുകളിലോട്ടുള്ള ടാർഗറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 24,000 തന്നെയാണ്. അത് ഈ ആഴ്ച പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷേ ഈ ആഴ്ച ഇനിയിപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല. അത്രയും ഒരു 1000 പോയിന്റിന്റെ ഒരു റാലി ഇനിയിപ്പം 3 ദിവസം കൊണ്ട് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. നമുക്ക് ഡേ ചാർട്ടിൽ 75 മിനിറ്റ്സിലോട്ട് പോവാം. മിനിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75 മിനിറ്റ്സ് ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന 125 മിനിറ്റ്സിന്റെ സോണും 75 മിനിറ്റ്സിന്റെ സോണും 2 സോണും ഇന്നലെ ബ്രേക്ക്ഔട്ട് ആയിട്ടുണ്ട്. അപ്പം ഈ സോണുകളെല്ലാം ഞാൻ എടുത്ത് മാറ്റുകയാണ്. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോണും ഇന്നലെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാ സോണും ബ്രേക്ക്ഔട്ട് ആയിപ്പോയി. ഇനിയുള്ള ഒരു 75 മിനിറ്റ്സിന്റെ സോൺ എന്ന് പറയുന്നത് ബോട്ടത്തിലുള്ളതാണ്. ഈ ഒരു 75 മിനിറ്റ്സിന്റെ സോൺ ഞാൻ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോണായിരിക്കും സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളത്. 75 മിനിറ്റ്സിന്റെ സോണാണ്. ലെവൽസ് വരുന്നത് 22,783 മുതൽ 22,866 വരെയാണ്. 22,783 തൊട്ട് 22,866 വരേക്കാണ് ഈ ഒരു ലെവല് വരുന്നത്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ഇവിടെ നമുക്കൊരു RBR ഉണ്ട്, സോറി DBD ഉണ്ട്. ഇവിടെ ഒരു ഡ്രോപ്പ് ക്യാൻഡിൽ, ഇവിടെ ഒരു ബേസ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ലെവൽ നമുക്ക് സപ്ലൈ സോൺ ആയിട്ട് എടുക്കാം. നമുക്ക് അതിന്റെ ലെവൽ വരുന്നത് 22,249, 22,304 ഏരിയ ആണ്. ഇത് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും വരാൻ സാധ്യതയുള്ളത് ഇവിടെ ഒരു 75 മിനിറ്റ്സ് ഉണ്ട്. ഈ ഒരു ബേസ് ക്യാൻഡിൽ എടുക്കാം. അതിന്റെ ഏരിയ വരുന്നത് 22,365, 23,407. അപ്പം ഇതാണ് 75 മിനിറ്റ്സിൽ നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓൺ പ്രൈസ് ആക്ഷൻ അനുസരിച്ചുള്ള 75 മിനിറ്റ്സിന്റെ ഹയർ ടൈം ഫ്രെയിം വരുന്നത്. ഹൈ ലിക്വിഡിറ്റി സോൺ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോണും മുകളിൽ 2 സപ്ലൈ സോണും ഉണ്ട്. ഇത് കൃത്യമായിട്ട് നോക്കുക. നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ ലെവൽസിലോട്ട് പോവാം. ഓക്കെ, 5 മിനിറ്റ്സ്.
ഇത് ഞാൻ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന 3 ലെവൽസ് ആണ്. താഴോട്ടുള്ള ലെവൽസ് ഞാൻ ലൈവ് മാർക്കറ്റിൽ കൊടുത്തത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു CPRന്റെ മുകളിൽ ഒരു ഓപ്പണിംഗ് വരികയോ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയോ, ഫസ്റ്റ് 5 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലോട്ടുള്ള ഒരു റാലി. പക്ഷെ നമുക്ക് ഓപ്പണിംഗ് വന്നത് തന്നെ CPRന്റെ താഴെയായിരുന്നു. പിന്നെ അപ്പോഴും ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, CPRന്റെ മുകളിൽ ബ്രേക്ക്ഔട്ട് കിട്ടി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഒരു പോസിറ്റീവ് ട്രെൻഡിലുള്ളൂ, അല്ലെങ്കിൽ താഴോട്ടൊരു ഫോളിനുള്ള സാധ്യതയുണ്ടെന്ന്. ഇന്ന് വൈഡ് CPR ആണ്. ഏകദേശം 23,110 തൊട്ട് 23,190 വരെയും 80 പോയിന്റിന്റെ വൈഡ് CPR ആണ് വരുന്നത്. CPRന് താഴെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. CPRന് മുകളിൽ ഒരു ബ്രേക്ക്ഔട്ടോ അല്ലെങ്കിൽ ഓപ്പണിംഗ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു പോസിറ്റീവ് ട്രെൻഡിനുള്ള സാധ്യതയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ താഴോട്ട് 22,962, 22,984 ഇതിനുള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് കിട്ടും. ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലത്തെ ക്ലോസിംഗ് തന്നെ വയ്ക്കുക, ഈ ഒരു ലെവല്. സെക്കൻഡ് ടാർഗറ്റ് CPR അല്ലെങ്കിൽ 23,165. വൈഡ് CPR ആയതുകൊണ്ട് തന്നെ ഒരു റിജക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. CPRന് താഴെയാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ CPR നല്ലൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. ഏറ്റവും താഴത്തെ സപ്പോർട്ട് 22,875, 22,852. മുകളിൽ രണ്ടാമത്തെ റെസിസ്റ്റൻസ് 23,295, 23,313. ഏറ്റവും ടോപ്പിൽ 23,400, 23,421. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ലെവൽസ്. ബാക്കി അപ്ഡേഷൻസ് നമുക്ക് ലൈവ് മാർക്കറ്റിലെ ഗ്രൂപ്പിൽ തരാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിന്റെ, ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.